മോർണിംഗ് ന്യൂസിലേക്ക് കടക്കുമ്പോൾ ആദ്യ വാർത്ത അത് മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ടാണ്. അതിലെ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. തഹാവൂർ റാണയുമായി US-ൽ നിന്നുള്ള പ്രത്യേക വിമാനം ഉച്ചയോടെ ഡൽഹിയിൽ എത്തും എന്നാണ് വിവരം. തിഹാർ ജയിലിലാക്കും റാണയെ പാർപ്പിക്കുക. ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വേണം എന്ന് NIA ആവശ്യപ്പെടും. വിനീത വിജി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഗുഡ് മോർണിംഗ്. തഹാവൂർ റാണയെ എപ്പോൾ എത്തിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം? വിനീത. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഉച്ചയോടുകൂടി തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേക വിമാനത്തിലായിരിക്കും തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുക. ഇന്നലെ തന്നെ US-ൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ത്യയിൽ നിന്ന് എത്തിയ ആ അന്വേഷണ സംഘത്തിന് തഹാവൂർ റാണയെ കൈമാറിയിട്ടുണ്ട്. അവിടെ നിന്ന് തഹാവൂർ റാണയുമായി ഉദ്യോഗസ്ഥർ ഇന്ത്യയിലേക്ക് തിരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് ഇന്ന് ഉച്ചയോടുകൂടി ഡൽഹിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ 2 ജയിലുകൾ തീഹാറിലും ഒപ്പം തന്നെ മുംബൈയിലും 2 ജയിലുകളിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം ഏർപ്പെടുത്തണമെന്നുള്ള സജ്ജീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ആ സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. NIA-യുടെ അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് US-ലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ തഹാവൂർ റാണയെ കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് NIA കസ്റ്റഡിയിലേക്ക് വാങ്ങുമെന്നാണ് നമുക്ക് നിലവിലെ സ്ഥിതിഗതികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് US സുപ്രീം കോടതി തഹാവൂർ റാണയുടെ ഹർജി തള്ളിയത്. തുടർന്നാണ് ഈ നീക്കങ്ങൾ ദ്രുതഗതിയിലേക്ക് ആക്കിയിരുന്നത്. ഇന്ത്യക്ക് കൈമാറരുതെന്നും തന്റെ ദേശീയത ഒപ്പം തന്നെ തന്റെ മതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയിലേക്ക് കൈമാറുകയാണ് എങ്കിൽ തനിക്ക് അവിടെ വലിയ പീഡനങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു തഹാവൂർ റാണ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഹർജി US സുപ്രീം കോടതി തള്ളി. പിന്നാലെയാണ് മറ്റ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയും തഹാവൂർ റാണയെ ഇന്ന് ഉച്ചയോടുകൂടി ഡൽഹിയിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ധനവകുപ്പിലെ ആശയവിനിമയം ഇനി മുതൽ മലയാളത്തിൽ തന്നെയാകണം എന്ന സർക്കുലർ. ഉത്തരവുകളും കുറിപ്പുകളും കത്തിടപാടുകളുമെല്ലാം മലയാളത്തിൽ തന്നെ വേണം എന്നാണ് കർശന നിർദ്ദേശം. ഇംഗ്ലീഷും മറ്റു ഭാഷകളും ഉപയോഗിക്കുന്നത് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമായിരിക്കണമെന്നാണ് സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. ഭരണഭാഷ മലയാളമാണെന്ന് 2017 സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലായിട്ടില്ല. ഉത്തരവുകളൊക്കെയുണ്ടെങ്കിലും വകുപ്പിലെ പല സെക്ഷനുകളും ഇപ്പോഴും ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതും ഉത്തരവുകൾ ഇറക്കുന്നതും കത്തിടപാടുകൾ നടത്തുന്നതും ഇംഗ്ലീഷിൽ. വിഷയം വീണ്ടും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിലെ ഔദ്യോഗിക ഭാഷാ വിഭാഗം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് കർശന നിർദ്ദേശമെന്ന രീതിയിൽ ധനവകുപ്പ് സർക്കുലർ പുറത്തിറക്കിയത്. വകുപ്പിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, സർക്കുലറുകൾ, അർദ്ധ ഔദ്യോഗിക കത്തുകൾ, അനൌദ്യോഗിക കുറിപ്പ്, മറ്റു കത്തിടപാടുകൾ, റിപ്പോർട്ടുകൾ, മറ്റു വകുപ്പുകൾക്കുള്ള മറുപടികൾ തുടങ്ങിയ എല്ലാത്തരം ആശയവിനിമയങ്ങളും മലയാളത്തിൽ തന്നെയാകണമെന്നാണ് നിർദ്ദേശം. കേന്ദ്ര സർക്കാർ, ഇതര സംസ്ഥാനങ്ങൾ, ഹൈക്കോടതി, സുപ്രീം കോടതി, മറ്റു രാജ്യങ്ങൾ തമിഴ്, കന്നഡ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകിയിട്ടുള്ള സാഹചര്യം, മറ്റു ഭാഷാ ന്യൂനപക്ഷങ്ങളുമായുള്ള കത്തിടപാടുകൾ ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കണമെന്ന വ്യവസ്ഥയുള്ള സംഗതികൾ എന്നീ 8 സാഹചര്യങ്ങളിൽ മാത്രമാണ് മലയാളം ഉപയോഗിക്കുന്നതിൽ ഇളവ് ലഭിക്കുക. 24 തിരുവനന്തപുരം. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള പകരം തീരുവ താൽക്കാലികമായി മരവിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പകരം തീരുവ മരവിപ്പിച്ചതിന് പിന്നാലെ US വിപണിയിൽ വൻ കുതിപ്പ് രേഖപ്പെടുത്തി. അതേസമയം ചൈനയ്ക്ക് മേൽ 125% അധിക തീരുവ ഏർപ്പെടുത്തിയതായി ട്രംപ് അറിയിച്ചു. ഇത് 3ാം തവണയാണ് അമേരിക്ക ചൈനയ്ക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്തുന്നത്. മധു കൊട്ടാരക്കരയുണ്ട് ന്യൂജേഴ്സിയിൽ നിന്ന് ഇപ്പോൾ വിശദാംശങ്ങളുമായി. മധു, ഗുഡ് മോർണിംഗ്. മധു, ഏതായാലും ഈ ചൈനയുമായി മാത്രം ഒരു പോരിലേക്ക് എന്നുള്ളതാണോ ട്രംപിന്റെ പുതിയ രീതി? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ചൈനയുമായിട്ട് വിട്ടുവീഴ്ച ഇല്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഓരോ ദിവസവും തെളിയിക്കുന്നത്. US ഉൽപ്പന്നങ്ങൾക്ക് അന്യായമായ ഇറക്കുമതി തീരുവ ഈടാക്കുന്നു എന്നൊക്കെ ആരോപിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഈ പകര ചുങ്കം. ഇതിപ്പോൾ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. 90 ദിവസത്തേക്ക് അടിസ്ഥാനമായ ഒരു പകര ചുങ്കം ഉണ്ടായിരുന്നു 10%. അത് മാത്രമായിരിക്കും പ്രാബല്യത്തിൽ വരിക. അധികമായി കഴിഞ്ഞ ദിവസം ചുമത്തിയ തീരുവയാണ് ഇപ്പോൾ 3 മാസത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വ്യാപാര യുദ്ധത്തിൽ ചൈനയോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ചില സൂചനകൾ. ചൈനയ്ക്കുള്ള ഇറക്കുമതി തീരുവ 125% വീണ്ടും ഉയർത്തിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലിവിറ്റാണ് ഇന്ന് മാധ്യമങ്ങളോട് അറിയിച്ചത്. US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഈടാക്കുന്ന മറ്റ് രാജ്യങ്ങൾ, അതിലെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഒരു വ്യാപാര സ്വാതന്ത്ര്യത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ ആരോപിച്ചാണ് ഡൊണാൾഡ് ട്രംപ് പകരം തീരുവയ്ക്കുള്ള ഈ നടപടികളൊക്കെ തുടങ്ങിയത്.
അമേരിക്കൻ പണം കൊണ്ട് മറ്റ് രാജ്യങ്ങളെല്ലാം സമ്പന്നരായെന്നും പുതിയ നടപടിയിലൂടെ രാജ്യത്ത് കൂടുതൽ വ്യവസായങ്ങൾ വരുമെന്നും ട്രംപ് പറയുന്നു. ഈ വ്യാപാര യുദ്ധം കനക്കുന്നതിനിടയിലാണ് ചൈനയ്ക്ക് ബുധനാഴ്ച 104% തീരുവ ഏർപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ ചൈന തിരിച്ചടിക്കുകയും ചെയ്തു. US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ചൈന 84% തീരുവ പ്രഖ്യാപിച്ചു. ഇത് കഴിഞ്ഞ് 24 മണിക്കൂർ പിന്നീട് മുമ്പാണ് US ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും ഈ 125% ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇങ്ങനെ ഈ പ്രഖ്യാപനം നടത്തിയതോടുകൂടി, മരവിപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി ഓഹരി വിപണി ഉണർന്നിരിക്കുകയാണ്. ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ S&P 500 9.52% ഉയർന്നു. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വേണമെങ്കിൽ ഏറ്റവും മികച്ച ഒരു പ്രകടനമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഡൗ ജോൺസ് 7.87% ആണ് കാണിച്ചിരിക്കുന്നത്. മാർച്ച് 2020 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. അതുപോലെ നാസ്ഡാക്കും 12.16 കുതിച്ചിരിക്കുകയാണ്. 2001 ജനുവരിക്ക് ശേഷം നാസ്ഡാക്കിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണിത്. ഉന്മേഷ്. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മുനമ്പം ഭൂമി തർക്കത്തിൽ വഖഫ് ട്രൈബ്യൂണലിൽ ഇന്നും വാദം തുടരും. ഭൂമി വഖഫ് സ്വത്താണെന്ന 1971 പറവൂർ സബ് കോടതി വിധി ശരിവെച്ചുള്ള 1975 ഹൈക്കോടതി വിധിയാണ് ഇന്ന് പരിശോധിക്കുക. മുനമ്പം ഭൂമി വഖഫാണെന്ന് 1969 ഫാറൂഖ് കോളേജ് പറവൂർ സബ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയെന്ന് വാദത്തിനിടെ വഖഫ് ബോർഡ് ചൂണ്ടിക്കാട്ടി. എന്നാൽ അങ്ങനെയൊരു സത്യവാങ്മൂലമുണ്ടോ എന്നറിയില്ല എന്നായിരുന്നു ഫാറൂഖ് കോളേജ് അഭിഭാഷകന്റെ വാദം. മുനമ്പത്തെ ഭൂമി വഖഫായി പ്രഖ്യാപിച്ചതും പിന്നീട് രജിസ്റ്റർ ചെയ്തതും ചൂണ്ടിക്കാട്ടി ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ട്രൈബ്യൂണലിൽ ഹർജി നൽകുകയായിരുന്നു. നമ്മൾ ഇനിയും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്കാണ്. അവിടെ ആശാ വർക്കേഴ്സിന്റെ രാപകൽ സമരം ഇന്ന് 60ാം ദിവസമാണ്. സമരത്തിലുള്ള ആശമാരെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ ആശമാരെ നേരിട്ട് വിളിച്ചാണ് ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെടുന്നത്. ആശാ സമരം തീരാതിരിക്കാൻ കാരണം സമരക്കാർ തന്നെ എന്നായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. അജീഷ് ജയകുമാർ ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിന്ന്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഈ സമരത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി നിലപാട് ആവർത്തിക്കുന്നത് നമ്മൾ ഇന്നലെ കേട്ടതാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് ആശമാരുടെ പുതിയ നീക്കം? അജീഷ്. ഉന്മേഷ്, ആശമാരുടെ നീക്കം സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. ഇന്ന് 60 ദിവസം, അതായത് 2 മാസം പിന്നിടുകയാണ് ആശാ സമരം തുടങ്ങിയിട്ട്. രാപ്പകൽ സമരം, നിരാഹാര സമരവും അതേപോലെ തന്നെ തുടരുകയാണ്. പക്ഷേ ഇവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ചിലത് സർക്കാർ നടപ്പിലാക്കിയെങ്കിലും, അതായത് ഓണറേറിയം കൊടുക്കുന്നതിലെ മാനദണ്ഡങ്ങൾ ഒഴിവാക്കിയെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമായ ഓണറേറിയം കൂട്ടുക എന്നുള്ളൊരാവശ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. പിന്നീട് ഈ ആരോഗ്യമന്ത്രിയുമായി മൂന്നാമത് നടത്തിയ ചർച്ചയിൽ ഓണറേറിയം 3000 രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് 10,000 രൂപയാക്കണമെന്ന ഒരു നിർദ്ദേശം വച്ചുവെങ്കിലും അതും സർക്കാർ നടപ്പിലാക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു കമ്മിറ്റിയെ വയ്ക്കാം, ആ കമ്മിറ്റി 3 മാസത്തിനുള്ളിൽ പഠനം നടത്തി വിശദമായ റിപ്പോർട്ട് നൽകാനുള്ള ഒരു നിർദ്ദേശമായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ നിർദ്ദേശം അംഗീകരിക്കാനും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് തൊഴിൽ മന്ത്രിയുമായി ചർച്ച നടത്തിയത്. തൊഴിൽ മന്ത്രിയും ചർച്ച നടത്തിയിട്ടും ആ ചർച്ചയും പരാജയമായിരുന്നു. പിന്നീട് തൊഴിൽ മന്ത്രിയും ഇവരെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. കാരണം ഇനി ഇവരുമായി ഒരു സംഭാഷണത്തിനില്ല എന്ന് തൊഴിൽ മന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ആശാ സമരത്തെക്കുറിച്ച് പറഞ്ഞത്. കാരണം ആശമാരുടെ, അതായത് സമരം ചെയ്യുന്നത് വളരെ ചെറിയൊരു വിഭാഗം ആശമാർമാരാണ്. 95% ആശമാരും പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഈ സമരം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ മേഖലയെ ഇത് ബാധിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ചെറിയൊരു വിഭാഗമാണെങ്കിൽ പോലും അവരെ അവഗണിക്കാനല്ല സർക്കാർ തീരുമാനിച്ചത്, അവരെ കേൾക്കാനാണ് തീരുമാനിച്ചത്. ആരോഗ്യമന്ത്രി 3 തവണയും NHM ഡയറക്ടർ 2 തവണയും അവരുമായി ചർച്ച നടത്തി. പക്ഷേ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ തീരുമാനിച്ചത്. എന്തായാലും ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. അക്കാര്യം ഈ സമരം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ആരോഗ്യമന്ത്രി കേന്ദ്രത്തെ അറിയിച്ചുവെന്നും എംപിമാരോട് പാർലമെന്റിൽ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി വ്യക്തത കുറവുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തുമെന്നായിരുന്നു ആശമാരുടെ പ്രസ്താവന. ഇത് മറുപടി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം. ഇന്നും കൂടുതൽ പേർ സമര വേദിയിൽ എത്തിച്ചേരും. ആശാ വർക്കേഴ്സ് സമരവുമായി മുന്നോട്ട് അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. CITUമായി സംയുക്ത സമരത്തിനില്ല എന്ന് INTUC വ്യക്തമാക്കുന്നു. മെയ് 20 പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്കിനെ പിന്തുണയ്ക്കേണ്ട എന്നാണ് INTUCയുടെ തീരുമാനം. KPCCയുടെ നിർദ്ദേശപ്രകാരമാണ് പിന്മാറ്റം. സംയുക്ത സമരത്തിൽ നിന്ന് INTUC പിന്മാറുന്നു എന്ന് കാണിച്ച് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീമിന് INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ കത്തയച്ചു.
CPIയുടെ 2 ദിവസത്തെ സംസ്ഥാന കൗൺസിൽ യോഗത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. പാർട്ടി സമ്മേളനങ്ങളുടെ നടത്തിപ്പും സംഘടനാ വിഷയങ്ങളുമാണ് പ്രധാന അജണ്ട. മുതിർന്ന നേതാവ് KE ഇസ്മായിലിനെതിരായ പാർട്ടി നടപടിയിൽ യോഗത്തിൽ വിമർശനം ഉയർന്നേക്കും. KE ഇസ്മായിലിനെ സസ്പെൻഡ് ചെയ്യാനുള്ള എക്സിക്യൂട്ടീവിന്റെ നിർദ്ദേശം നടപ്പാക്കണമെങ്കിൽ സംസ്ഥാന കൗൺസിലിന്റെ അനുമതി വേണം. പാർട്ടി സമ്മേളനങ്ങളിൽ മത്സരങ്ങൾ പാടില്ല എന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഇന്നലെ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ബിനോയ് വിശ്വം ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയിരുന്നു. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്ര മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ നിന്നാണ് ജില്ലയിലെ യാത്രയുടെ തുടക്കം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ 100 കണക്കിന് ആളുകൾ ഒത്തുചേരും. ഒത്തൊരുമയുടെ പര്യായമെന്തെന്ന ചോദ്യത്തിന് മലയാളി പറയുന്ന മറുപടിയാണ് മലപ്പുറത്തിന്റെ സ്നേഹം. സർവ്വതും നശിപ്പിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിന് കടിഞ്ഞാണിടാൻ SKN നടത്തുന്ന യാത്ര ഇന്നു മുതൽ 3 ദിനരാത്രങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. പൂരമഹോത്സവം നടക്കുന്ന തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ നിന്നാണ് തുടക്കം. അവിടെ നിന്ന് ജനങ്ങളുമായി സംവദിച്ച് പെരിന്തൽമണ്ണ ബൈപ്പാസ് വാക്ക്വേയിലേക്ക്, ശേഷം പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലഹരിക്കെതിരെ ഒരു ഗോളിൽ ഒത്തുചേരാം എന്ന പരിപാടിയിലേക്ക്, 11:30 മക്കരപ്പറമ്പിൽ നടക്കുന്ന കുടുംബശ്രീയുടെ ഫെസ്റ്റിലേക്ക് SKNും സംഘവും എത്തും. ഉച്ചയ്ക്ക് ശേഷം പുതുതലമുറയ്ക്ക് വഴികാട്ടി നൽകാൻ എടരിക്കോട് PKMM ഹയർ സെക്കൻഡറി സ്കൂളിൽ, രാത്രി 7 മണിക്ക് SKN40 യാത്രയുടെ ഭാഗമായി കോട്ടക്കൽ നഗരസഭയും വനിതാ ശിശുവികസന വകുപ്പും ചേർന്ന് നടത്തുന്ന നൈറ്റ് വാക്ക്. 100 കണക്കിന് വനിതകൾ ലഹരിക്കെതിരെ മാതൃശക്തി തീർക്കും. വരൂ, ഒരുമിച്ച് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് സമൂഹത്തെ മുന്നോട്ട് നടത്താം. 24 മലപ്പുറം. SKN40 കേരള യാത്രയിലൂടെ 24 നടത്തുന്നത് മാതൃകാ പ്രവർത്തനമെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി. ജീവിത വിജയമാണ് ലഹരിയെന്ന് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനമാണ് ഇപ്പോൾ 24 നടത്തുന്നതെന്ന് അബിൻ വർക്കി പറഞ്ഞു. സൗദിയിലെ ദമാമിൽ OICC സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് 24നോട് സംസാരിക്കുകയായിരുന്നു അബിൻ വർക്കി. ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ യുവജന സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും സാമൂഹിക സംഘടനകളോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകരും ചാനലുകളും ഒക്കെ നടത്തുന്ന ആ ഒരു കൂട്ടായ യോജിച്ച പ്രവർത്തനമാണിത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു മാതൃക തന്നെയാണ് 24 ചാനൽ SKN40 എന്ന പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ജീവിതമാണ് ലഹരി, ജീവിതത്തിന്റെ സക്സസ് ആണ് ലഹരി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീകണ്ഠൻ നായർ സാർ. ജീവിതത്തിൽ പ്രൊഫഷനും നമ്മൾ ജോലിയെടുക്കുന്ന സ്ഥലങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ മിഷനൊക്കെയാണ് ലഹരിയായി മാറേണ്ടത് എന്ന് കേരളത്തിലെ യുവാക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് SKN40 എന്ന് പറയുന്നത്. അപ്പോൾ ആ കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ട് 24 ചാനൽ ലഹരിക്കെതിരായി നടത്തുന്ന ഈ പ്രതിരോധം, അതിനോടൊപ്പം തന്നെ ലഹരി എന്താണ് എന്ന് കേരളത്തിലെ യുവാക്കളെ കാണിച്ചു കൊടുക്കുന്ന ഈ പരിപാടിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ ഹൃദയാഭിവാദികളും നേരുവാൻ. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ തമിഴ്നാട് സ്വദേശി സുൽത്താനെ ഇന്ന് കേരളത്തിലെത്തിക്കും. ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പനയിൽ മുഖ്യ കണ്ണിയാണ് സുൽത്താൻ എന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സംശയം. നിലവിൽ സുൽത്താനും ഭാര്യ തസ്ലിമയും ഉൾപ്പെടെ 3 പേരാണ് കേസിൽ അറസ്റ്റിലായത്. തസ്ലിമ വഴിയാണ് സുൽത്താൻ കേരളത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയത് എന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് എക്സൈസിന്റെ കണക്കുകൂട്ടൽ. എറണാകുളം മൂവാറ്റുപുഴയിൽ ഇന്നലെ തോക്കും ലഹരി വസ്തുക്കളുമായി പിടിയിലായി 3 പേരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഷാലിം, ഹരീഷ്, സജിൻ എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത തോക്കിന്റെ വിശദാംശങ്ങൾ എക്സൈസ് പരിശോധിക്കും. കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലാണ് പ്രതികൾ ലഹരി വിൽപ്പന നടത്തുന്നത്. പ്രതികൾ സഞ്ചരിച്ച കാർ ഉൾപ്പെടെയാണ് പിടികൂടിയത്. കേസിൽ കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. ഫാഷൻ ഗോൾഡ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ED അറസ്റ്റ് ചെയ്ത മുൻ MLA മുസ്ലിം ലീഗ് നേതാവുമായ MC ഖമറുദ്ദീനെയും മാനേജിംഗ് ഡയറക്ടർ TK പൂക്കോയ തങ്ങളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഇരുവരെയും ഹാജരാക്കുക. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 168 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസുകളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം. ഫാഷൻ ഗോൾഡിന്റെ പേരിൽ ഓഹരിയായും പണമായും നിക്ഷേപം സ്വീകരിച്ച് 20 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ കൊച്ചിയിൽ ഉപേക്ഷിച്ച കുഞ്ഞിനെ CWC ഇന്ന് ഏറ്റെടുക്കും. എറണാകുളം ജനറൽ ആശുപത്രിയിൽ രാവിലെ 10:30 ശിശുക്ഷേമ സമിതി പ്രവർത്തകർ നേരിട്ടെത്തി കുഞ്ഞിനെ ഏറ്റെടുക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് കുഞ്ഞിന് നിധി എന്ന് പേരിട്ടത്. മംഗളേശ്വർ രഞ്ജിത ദമ്പതികളാണ് കുഞ്ഞിനെ കൊച്ചി ലൂർദ് ആശുപത്രിയിൽ ഉപേക്ഷിച്ചത്. 2 മാസമായിട്ടും കുഞ്ഞിനെ ഏറ്റെടുക്കാൻ മാതാപിതാക്കൾ സന്നദ്ധത അറിയിക്കാത്തതിനെ തുടർന്നാണ് ഏറ്റെടുക്കാൻ CWC തീരുമാനിച്ചത്. കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്.
തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലപാതക കേസിൽ വിധി ഇന്ന്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയും. ചെടിക്കടയിലെ ജീവനക്കാരിയായ വിനീതയുടെ 4.5 പവൻ സ്വർണം കവരാനാണ് പ്രതി രാജേന്ദ്രൻ കൊലപാതകം നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ വാദം. സംഭവ ദിവസം പ്രതിയെത്തുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ 12 പെൻഡ്രൈവുകളും 7 DVD-കളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. 2022 ഫെബ്രുവരി 6-നാണ് നെടുമങ്ങാട് സ്വദേശി വിനീത കൊല്ലപ്പെട്ടത്. സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ആവേശമായി കോഴിക്കോട് വില്ലേരിക്കുന്നിലെ അഡ്വഞ്ചർ സ്പോർട്സ്. വിവിധ ഇനങ്ങളിൽ നടന്ന മത്സരത്തിൽ 100ഓളം ഡ്രൈവേഴ്സ് പങ്കെടുത്തു. ഡീസൽ ക്ലാസ്, പെട്രോൾ ക്ലാസ്, എക്സ്പേർട്ട് ക്ലാസ്, ഓപ്പൺ ക്ലാസ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായി 100ഓളം വാഹനങ്ങളാണ് അഡ്വഞ്ചർ സ്പോർട്സിൽ പങ്കെടുത്തത്. തുടർച്ചയായ 3-ാം വർഷമാണ് ചെറുവാടി അഡ്വഞ്ചർ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാവൂർ തെങ്ങിലക്കടവിലെ വില്ലേരിക്കുന്നിൽ അഡ്വഞ്ചർ സ്പോർട്സ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിന് പുറമെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അഡ്വഞ്ചർ സ്പോർട്സ് താരങ്ങളെത്തി. അഡ്വഞ്ചർ ക്ലബ്ബ് ചെറുവാടി ആണെങ്കിലും കൂടി ഇതിൻ്റെ മെമ്പേഴ്സ് ഇന്ത്യ മുഴുവൻ നിലനിന്ന് നിൽക്കുന്ന മെമ്പർമാരാണ്. ബോംബെ, അതോടൊപ്പം ഹൈദരാബാദ്, ബാംഗ്ലൂർ എന്നീ സ്ഥലത്തു നിന്നാണ് വണ്ടികൾ എത്തിയത്. അതോടൊപ്പം കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, മലപ്പുറത്തു നിന്നും, മലപ്പുറത്ത് കേൾട്ടൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നും, കോട്ടയത്താണ് ഇതിൻ്റെ മെയിൻ ഗ്രൂപ്പുകൾ കിടക്കുന്നത്. അവരൊക്കെ എത്തിപ്പെട്ടിട്ട് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഓഫ് റോഡ് റൈഡാണ്. ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തകരായി എത്തുന്ന അഡ്വഞ്ചർ സ്പോർട്സ് താരങ്ങളുടെ പ്രകടനം കാഴ്ചക്കാരെ മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു. അത്ര പരിചിതമല്ലാത്ത അഡ്വഞ്ചർ സ്പോർട്സ് കാണുന്നതിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിയത്. 24 കോഴിക്കോട്. താമരശ്ശേരിയിൽ നിയന്ത്രണം വിട്ട ലോറി തോട്ടിലേക്ക് മറിഞ്ഞ അപകടം. ലോറി ഡ്രൈവർ കർണാടക സ്വദേശി പ്രസന്നന് പരിക്കേറ്റു. രാഹുൽ സുരേഷ് കോഴിക്കോട്. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെ രാത്രി ഏതാണ്ട് 11:45 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. താമരശ്ശേരിക്ക് സമീപം ദേശീയപാതയിൽ വട്ടക്കുണ്ട് പാലത്തിന് സമീപമാണ് ഈ അപകടം നടക്കുന്നത്. മൈസൂരിൽ നിന്നും കോഴിക്കോടേക്ക് പെയിന്റ് കയറ്റി വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ ഡ്രൈവർക്കാണ് നിസ്സാര പരിക്കേറ്റുള്ളത്. ഇയാളെ താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ വട്ടക്കുണ്ട് പാലത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും നിരവധി അപകടങ്ങൾ നടന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ പാലത്തിന്റെ കൈവരി തകർത്ത ശേഷം ഈ ലോറി താഴേക്ക് പതിക്കുകയായിരുന്നു. ലോറിയിലുണ്ടായിരുന്ന പെയിന്റ് ഉൾപ്പെടെ ഈ ഡ്രൈവറിന്റെ ദേഹത്തേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്താണെങ്കിലും ഗുരുതരമായി പരിക്കേൽക്കാത്തത് ആശ്വാസകരമാണ്. നിലവിൽ എന്തായാലും താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഈ ഡ്രൈവറായിട്ടുള്ള മൈസൂർ സ്വദേശി. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. സൗദി അറേബ്യയിൽ പുതുതായി പ്രാബല്യത്തിൽ വന്ന കൊമേഴ്ഷ്യൽ രജിസ്ട്രി വ്യാപാര നാമ ഭേദഗതി വിദേശ നിക്ഷേപകർക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തൽ. പ്രധാനമായും 5 മാറ്റങ്ങളാണ് പുതിയ വാണിജ്യ റെക്കോർഡിലുള്ളത്. ഇനിയും പുതിയ ഭേദഗതികൾ വരുമെന്നാണ് ഈ മേഖലയിൽ ഉള്ളവരുടെ പ്രതീക്ഷ. പഴയ CR-ഉം പുതിയ CR-ഉം തമ്മിൽ പ്രധാനമായും 5 മാറ്റങ്ങളുണ്ടെന്ന് സൗദി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. വ്യത്യസ്ത സേവനങ്ങൾക്ക് ഒരു CR മതി എന്നതാണ് പ്രധാനപ്പെട്ട മാറ്റം. പുതിയ CR-ൽ എക്സ്പയറി ഡേറ്റ് ഇല്ല എന്നത് മറ്റൊരു മാറ്റമാണ്. പകരം വർഷത്തിൽ ഡാറ്റ വെരിഫിക്കേഷൻ മതി. നിയമലംഘനങ്ങൾക്ക് ചുമത്തുന്ന പിഴയിലും പുതിയ നിയമപ്രകാരം ഇളവും തെറ്റുതിരുത്താൻ സാവകാശവും നൽകുന്നുണ്ട്. മുമ്പ് വാണിജ്യ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്ത് 30 ദിവസത്തിന് ശേഷമായിരുന്നു റദ്ദാക്കിയിരുന്നതെങ്കിൽ ഇനി അത് 1 വർഷത്തിന് ശേഷമാകും. കൂടാതെ രജിസ്റ്റർ ചെയ്ത ഡാറ്റ ആവശ്യമുള്ളപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനും കൃത്യത ഉറപ്പുവരുത്താനും സാധിക്കും. ഇതിനു പുറമെ വിദേശ നിക്ഷേപകർക്ക് അനുകൂലമായ പല ഭേദഗതികളും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്ന് സൗദിയിലെ അറബ് ഡ്രീംസ് മാനേജ്മെന്റ് കൺസൾട്ടൻസ് പ്രതിനിധികളായ അമീർ, മുനീർ എന്നിവർ പറഞ്ഞു. ആദ്യം ഓരോ CR-കളും റിന്യൂവൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ എക്സ്പയറി ഡേറ്റ് എല്ലാം നമുക്ക് മെൻഷൻ ചെയ്ത് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ അത് അപ്ഡേഷൻ ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത്. അതായത് നമ്മൾ ആ ലൈസൻസിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്ഡേഷൻ ആയിട്ടാണ് നമുക്ക് അതിൽ കാണാൻ കഴിയുകയുള്ളൂ. എല്ലാ വർഷവും ഈ ലൈസൻസ് നമ്മൾ എന്താണ് CR സിംഗിൾ രജിസ്ട്രേഷന്, അങ്ങനെ തന്നെ പറയണം, സിംഗിൾ രജിസ്ട്രേഷന് അപ്ഡേഷൻ ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാകും. അതാണ്. പിന്നെ വിദേശ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം, സൗദിയിൽ ഇനി വരാൻ പോകുന്നവരും നിലവിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇതുമായിട്ട് ഒരുപാട് അപ്ഡേഷനുകൾ, പുതിയ നിയമങ്ങൾ വരാൻ സാധ്യത കൂടുതൽ എന്നാണ് നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. അതേസമയം സൗദിയിൽ വാണിജ്യ രജിസ്ട്രേഷനുകളുടെ എണ്ണം 48% വർദ്ധിച്ചു. 2025 ആദ്യപാദത്തിൽ 1,54,638 CR ഇഷ്യൂ ചെയ്തു.
2024 ആദ്യപാദത്തിൽ ഇത് 1,04,000 ആയിരുന്നു. പുതുതായി ഇഷ്യൂ ചെയ്ത വാണിജ്യ റെക്കോർഡുകളിൽ 45% വനിതാ സംരംഭകർക്കാണ് എന്നും വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. റിയാദ് മേഖലയിൽ മാത്രം 60,000-ഓളം റെക്കോർഡുകളാണ് 3 മാസത്തിനിടെ ഇഷ്യൂ ചെയ്തത്. 17 ലക്ഷത്തോളം വാണിജ്യ റെക്കോർഡുകളാണ് നിലവിൽ രാജ്യത്തുള്ളത്. ജലീൽ കടമകലം, 24 ജിദ്ദ. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർത്തിയാകുന്നു.